വൈകുന്നേരം ഞാനും അമ്മയും കൂടി ഇതാ റെഡി ആയിട്ട് ഇവിടെ ടാക്സിക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടാക്സി വന്നു. ഓൺ ദ വേയിൽ തന്നെ ഡുങ്കുണുവിനെയും സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ഇന്ന് ഹക്നൽ ഹൈ സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്മസ് തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസിൻ്റെ ലൈറ്റ് സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞ ഒരു പരിപാടി ഹക്നലിലുണ്ട് കേട്ടോ. അതായത് ലൈറ്റ്സ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് അത് ഓൺ ചെയ്യും. അപ്പോൾ അതിനിതാ ഒരു സ്റ്റേജ് ഇവിടെ കെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഷോപ്സും കുറേ റൈഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സച്ചുവിൻ്റെ സ്കൂളിൽ നിന്ന് സച്ചുവൊക്കെ ഇന്ന് പ്രോഗ്രാം അവതരിപ്പിക്കാനായിട്ട് അവിടെ നിന്ന് വരുന്നുണ്ട്. കൊയർ ക്ലബ്ബിൽ നിന്ന് വരുന്നതാണ് കേട്ടോ, കൊയർ പാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് വേഗം സച്ചുവിൻ്റെ കയ്യിൽ നിന്ന്, അവർ സ്കൂളിൽ നിന്നാണ് വന്നത്, അപ്പോൾ സച്ചുവിൻ്റെ കയ്യിൽ നിന്ന് വേഗം ലഞ്ച് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങി, പിന്നീട് സ്കൂൾ ബാഗും ഞാൻ വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പള്ളിയുടെയൊക്കെ മുന്നിലൊക്കെ ആയിട്ടാണ് നമ്മുടെ സ്റ്റേജും കാര്യങ്ങളും കെട്ടിയിരിക്കുന്നത്. ലൈറ്റ് സ്വിച്ച് ഓണിൻ്റെ മെയിനായിട്ടുള്ള ലൈറ്റ് സ്വിച്ച് ഓൺ ആവുന്നത് 7 മണിക്കാണ് കേട്ടോ. പക്ഷേ ഇവരുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു 4 മണിക്ക്. അതുകൊണ്ട് ആൾക്കാരൊക്കെ പതുക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. ഇവരുടെ ആയിരുന്നു ആദ്യത്തെ പ്രോഗ്രാം. The Flying Eye Academy. Can you welcome them please on stage? The Flying Eye Academy. അങ്ങനെ അവർ ഓരോരുത്തരും ആ സ്റ്റേജിലോട്ട് കയറി വരുന്നുണ്ട്. ഇതെല്ലാ വർഷവും ഇവിടെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ സച്ചുവിൻ്റെ ആദ്യത്തെ പ്രോഗ്രാമാണ് ഇവിടെ. മൊത്തം ഒരു 5 പാട്ടൊക്കെ അവർ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും വലിയ വലിയ പാട്ടുകളായതുകൊണ്ട് ഞാൻ മുഴുവനൊന്നും ഇവിടെ കാണിക്കുന്നില്ലേ. പാട്ടൊക്കെ കഴിഞ്ഞ് അവൾ ഇതാ താഴത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇവരുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെയും വേറെ കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വന്നിട്ട് പിന്നെ ഇവരെ സ്കൂളിലേക്ക് വേണമെങ്കിൽ തിരിച്ചു കൊണ്ടുപോകും. പക്ഷേ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാരണം എന്തായാലും നമ്മൾ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ അവളെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് വലിയ സുഖം ഉണ്ടായിരുന്നില്ല നടക്കാനായിട്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ രണ്ടുപേരും സ്കൂളിൽ നിന്ന് നേരിട്ട് വന്നിരിക്കുന്നതല്ല, അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ എന്നാലും അവർക്ക് പോകാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടേ പോകുന്നുള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കാം. അപ്പം ഞാൻ പറഞ്ഞാൽ ആദ്യം നമുക്കൊന്ന് അവിടെ വരെ അറ്റം വരെ പോയൊക്കെ നോക്കാം, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തെങ്കിലും വാങ്ങണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം സൂപ്പിട്ടങ്ങ് നടക്കുകയാണ്. റൈറ്റ്സും കാര്യങ്ങളും കയറാനായിട്ടുള്ള സമയവും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടികളുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല 7 മണിക്കാണ് നമ്മുടെ ലൈറ്റ് സ്വിച്ച് ഓൺ ആവുന്നത്. അതുവരെ നിൽക്കാനുള്ളൊരു സമയം നമുക്കുണ്ടായിരുന്നില്ല. നമുക്ക് 6:30 ആകുമ്പോൾ സച്ചിനൊരു ക്ലാസ് ഉണ്ടായിരുന്നു, ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് തിരക്ക് പിടിച്ചിട്ടായിരുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത്, എത്രയും പെട്ടെന്ന് തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഡുങ്കുണിന് ഹോട്ട് ചോക്ലേറ്റ് മതി എന്ന് പറഞ്ഞിട്ട് ഹോട്ട് ചോക്ലേറ്റ് വാങ്ങിപ്പിച്ചു. സച്ചു ആണെങ്കിൽ വേറെ ഏതോ ഒരു കടയിൽ നിന്ന് എന്തോ ഒരു സാധനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ടാക്സി വിളിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു.